ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ ലേണിങ്സ്. മക്കളെല്ലാവരും സന്തോഷത്തോടെ സുഖകരമായിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാവരും 8ാം ക്ലാസ്സിലെ NMMS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് നിങ്ങൾക്കായി ഒരുക്കിയ സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മക്കളാണ് നിങ്ങൾ. അതിനുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കളെ, എക്സ് ആൻഡ് വൈ ലേണിങ്സ് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ ഒപ്പമുണ്ട്. തീർച്ചയായും നമ്മുടെ കൂടെ കൂടിയാൽ പ്രീവിയസ് ഇയർലി ഫ്രീക്വൻ്റ് ആയി വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മക്കളെ, എക്സ് ആൻഡ് വൈ ലേണിങ്സിൽ സോഷ്യൽ സയൻസ് പ്രീവിയസ് ഇയർ ആയിക്കാണ്ട് ഫ്രീക്വൻ്റ് ആയി ചോദിച്ചു വന്ന സോഷ്യൽ സയൻസിലെ ക്വസ്റ്റ്യൻസ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ് വരുന്നത്. ആ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്കായി അറിയിക്കുന്നുണ്ട് മക്കളെ. എക്സ് ആൻഡ് വൈ ലേണിങ്സ് NMMS ഫ്രീ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഫ്രീ ആയിട്ട് മക്കൾക്ക് പഠിക്കാൻ, മക്കളുടെ കൂടെ മെൻറ്ററായിരിക്കാൻ എക്സ് ആൻഡ് വൈ ലേണിങ്സ് ഒരു അവസരം ഒരുക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിക്കാണ്ട് തികച്ചും സൗജന്യമായിട്ടുള്ള ഒരു കോഴ്സ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുകയാണ്. മക്കളെ നോക്കുക, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ സയൻസിലെ ഫ്രീക്വൻ്റ് ആയി ചോദിച്ചു വന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലായിക്കാണ്ട് ഫ്രീക്വൻ്റ് ആയിക്കാണ്ട് മക്കൾ പഠിച്ച വിഷയം തന്നെയാണ്. എന്നിരുന്നാൽ കൂടിയും അത് കൂടുതൽ തറവാക്കുക എന്ന രീതിയിൽ നമ്മൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ലാംഗ്വേജിലും നമ്മൾ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിലെ ആളുകൾക്കും മലയാളം മീഡിയത്തിലെ ആളുകൾക്കും ഒപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് എ സെഡിമെന്ററി റോക്ക്. ഈ പറയുന്ന 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത് ഏതാണ് എന്ന് ചൂസ് ചെയ്യാനാണ്. മക്കളെ നോക്കാം, താഴെ പറഞ്ഞ അവസാദ ശില ഏത് എന്ന് പറയുന്നത്, അവസാദ ശില ഏത് എന്നതാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സ്ലൈറ്റ് ആണ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ബസാൾട്ട് ആണ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് മാർബിൾ ആണ്, ആൻഡ് ഓപ്ഷൻ ഡി ലൈം സ്റ്റോൺ എന്ന് പറയുന്നത്. മക്കളെ, ഇതിൽ ഏതാണ് സെഡിമെന്ററി റോക്ക് അഥവാ അവസാദ ശില എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കുക. മക്കൾക്ക് ഇനി ഗസ്സസ് അല്ലെങ്കിൽ ഉത്തരം പറയുന്നുണ്ടെങ്കിൽ അധികം വേഗത നിങ്ങൾ വീഡിയോയുടെ താഴെ എന്ത് ചെയ്യുക, കമൻ്റ് ആക്കിയിടുക. നിങ്ങൾക്കറിയാം, നമ്മൾ ഇങ്ങനെ ചില സമയത്ത് നമ്മൾക്ക് ചോദ്യം കാണുമ്പോൾ ഉത്തരം പറയാനിങ്ങനെ വെമ്പും അല്ലെ, പറയണം തോന്നും. നിങ്ങൾക്ക് പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്. വീട്ടിൽ നിന്ന് പറയരുത്, ചിലപ്പോൾ വീട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറയും. നിങ്ങൾ ചെയ്യേണ്ടത് കമൻ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, വീഡിയോ താഴെ ഇടുക. നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് അറിയും എന്നുള്ളത്, കാരണം നമ്മൾ പഠിച്ചതാണ്. നോക്കാം, ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കാം. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 3 ശിലകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ശിലകൾ എങ്ങനെയാണ് എമേർജ് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്, ഫോം ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ 3 ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നതാണ് ഇഗ്നീസ് റോക്സ് എന്ന് പറയുന്നത്, അഥവാ ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. 2 ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്, 2 ഏതാണ് മക്കളെ, അവസാദ ശിലകൾ അഥവാ സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. 3 എന്ന് പറയുന്നത് മെറ്റാമോർഫിക് ശിലകൾ അഥവാ കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, എങ്ങനെയാണ് ശിലകൾ അഥവാ റോക്സ് എങ്ങനെയാണ് ഫോം ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെഡിമെന്ററി റോക്ക്. ഈ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ചോദ്യം. അതിൽ സ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്, ബസാൾട്ട് പറഞ്ഞിട്ടുണ്ട്, മാർബിൾ പറഞ്ഞിട്ടുണ്ട്, ലൈം സ്റ്റോൺ പറഞ്ഞിട്ടുണ്ട്. നോക്കാം, ഇതിലേതാണ്. ഓക്കെ, ആഗ്നേയ ശിലകളുടെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സാധനങ്ങൾ തന്നെയാണ്. സെഡിമെന്ററി റോക്സിന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മെറ്റാമോർഫിക്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ചോദിച്ച സെഡിമെന്ററി റോക്സ് ആണ്. സെഡിമെന്ററി റോക്കിൽ പറയുന്നുണ്ട് മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് അഥവാ സാൻഡ് സ്റ്റോൺ അഥവാ ലൈം സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നോക്കാം, സ്ലേറ്റ്, ബസാൾട്ട്, മാർബിൾ. യെസ്, ലൈം സ്റ്റോൺ ഓപ്ഷൻ ഡി ആണ്, അഥവാ ചുണ്ണാമ്പ് കല്ല് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സാധനം. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഇനിയും വരാൻ ചാൻസ്. ഞാൻ പറഞ്ഞു, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻ്റ് ആയി കണ്ട് കുറച്ച് പോർഷൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് കണ്ട് NMMS ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. അത് മക്കൾക്ക് തറവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. സോ ഈ ഭാഗത്ത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു ഏരിയ ക്ലിയർ ആയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ശിലകൾ. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ശിലകൾ ഫോം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ശിലകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ആഗ്നേയ ശിലകൾ അഥവാ ഇഗ്നീസ് റോക്സ് എന്ന് പറയുന്നത്. 2 സെഡിമെന്ററി റോക്സ്. 3 മെറ്റാമോർഫിക് റോക്സ് അഥവാ കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ശ്രദ്ധിക്കുക, ഫസ്റ്റ് വൺ ഏതാണ്? ഓക്കെ, ഇഗ്നീസ് റോക്സ് ആണ്. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. കാര്യമാക്കണ്ട, നമുക്കറിയാം ലാവകൾ അല്ലെ, വോൾക്കാനിക് റഫ്ഷൻ നമുക്കറിയാം. ഈ ലാവകൾ എങ്ങനെ ഉണ്ടാവുന്നത്, ഭൂമിന്റെ
ആസ്ട്രോസ്ഫിയർ എന്ന ലാവകൾ ഉണ്ടാകും. ഓക്കെ, നമുക്ക് പറയാം, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഭൂവിന്റെ ഒരു ഗ്യാപ്പിൽ, വിടവിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ ലാവകൾ പുറത്തേക്ക് വരുന്നു. ലാവ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉരുകിയ ശിലാദ്രവമാണ് ലാവ എന്ന് പറയുന്നത്, അല്ലെ? ഈ ഉരുകിയ ശിലാദ്രവം ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് പുറത്തു വന്നിട്ടോ അവിടെ ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്നു. ഈ ലാവകൾ പുറത്തേക്ക് തള്ളപ്പെട്ടിട്ട് അത് തണുത്തുറഞ്ഞിട്ട് അവിടെ ഒരു ശിലകൾ രൂപപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ റോക്സ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇഗ്നിയസ് റോക്സ് അഥവാ ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. വളരെ ക്ലിയർ ആണ്. അതായത് ഇപ്പൊ നമ്മളൊരു മൗണ്ടെയിൻ, ഈ മൗണ്ടെയിൻ എന്താണ്, ഈ ഗ്യാപ്പിൽ ഒരു വിടവുകളുണ്ട്. ഈ വിടവുകളിൽ ഭൂമിയുടെ അണ്ടിൽ നിന്ന് എന്താണ്, ഭൂമിയുടെ താഴെ നിന്നുകാണ്ട് ഒരു ശിലാദ്രവം, ഓക്കെ, ശിലാദ്രവം, ഉരുകിയ അവസ്ഥയിലെ ശിലാദ്രവം, എക്സാമ്പിൾ ലാവ എന്ന് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ലാവ ശിലാദ്രവം വരികയാണ്. ഈ വന്നതിന് ശേഷം ഒന്നിലേക്ക് ഭൗമോപരിതലത്തിൽ വെച്ചോ അതല്ല എന്നുണ്ടെങ്കിൽ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ ഈ പറയുന്ന ഒരു ഉരുകിയ അവസ്ഥയിലുള്ള ശിലാദ്രവം ഏത് ഫോമിലേക്ക് മാറുന്നു? ഒരു റോക്ക് എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് എന്ത് ചെയ്യുന്നു, ശിലകളായി മാറുന്നു. ഇത്തരത്തിൽ വിളിക്കുന്ന ശിലകൾ വിളിക്കുന്ന പേരാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്, ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട്. ഓക്കെ, ഗ്രാനൈറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ബസാൾട്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, അല്ലെ? ബസാൾട്ട് ഓപ്ഷൻ ഇതിലാണ് വരുന്നത്, ഇഗ്നിയസ് റോക്സ് അഥവാ ആഗ്നേയ ശിലകളാണ് വരുന്നത്. പിന്നെ പറയുന്നു ഇന്ന് മറ്റെല്ലാ ശിലകളും ആദ്യം ഫോം ചെയ്യപ്പെടുന്നത് ഏത് ശിലയിൽ നിന്നാണ്? ആഗ്നേയ ശിലകൾ അഥവാ ഇഗ്നിയസ് റോക്സ് ആയതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രാഥമിക ശിലകൾ അഥവാ പ്രൈമറി റോക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന അവസാന ശില, നമ്മളെ ക്വസ്റ്റനിൽ ചോദിച്ച ശിലയാണ് അവസാന അഥവാ സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു അഥവാ വെതറിങ് സംഭവിക്കുന്നു. ഇംഗ്ലീഷ് മീഡിയക്കാരെ വെതറിങ് സംഭവിക്കുന്നു എന്ന് പറയുന്നത് കാലങ്ങൾക്ക് അനുസരിച്ച് ശിലകൾക്ക് വ്യത്യാസം, റോക്സിൽ വ്യത്യാസപ്പെടുന്നു. അങ്ങനെ പൊടിഞ്ഞു പോകുന്ന ശിലകളെയാണ് സെഡിമെന്ററി റോക്സ് അഥവാ അവസാദ ശിലകൾ എന്ന് വിളിക്കുന്നത്. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. അതായത് ഇപ്പൊ നമുക്കറിയാം, നിങ്ങളൊക്കെ മിച്ചർ തിന്നിട്ടില്ലേ? നമുക്ക് മിച്ചർ തിന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ വേണ്ട നമ്മളെ ചിപ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്കൊക്കെ വീട്ടിൽ എങ്ങനെ ചിപ്സ് കിട്ടാ എന്ന് എനിക്കറിയില്ല. വീട്ടിൽ എപ്പോഴും ആക്സസിബിൾ ആണോ ചിപ്സ്? നിങ്ങൾക്ക് ഉമ്മക്ക് എടുത്തു വെക്കുന്ന അവസ്ഥയിലാണോ എനിക്കറിയില്ല. എന്നിരുന്നാൽ കൂടി സപ്പോസ് അങ്ങനെ ഗസ്റ്റുകൾക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് ചിപ്സ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന അതിന്റെ അടിയിൽ, ആ പാത്രത്തിന്റെ അടിയിലുണ്ടാകുന്ന കുറച്ച് പൊടിഞ്ഞു കിടക്കുന്ന സാധനം മാത്രമാണ്. ഇങ്ങനെ പൊടിഞ്ഞു കിടക്കുന്ന ഡിസ്ഇൻറ്റഗ്രേറ്റഡ് ആയി കിടക്കുന്ന റോക്സിനെ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്ന മക്കളെ? അവസാദ ശിലകൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ റോക്സ് ഇങ്ങനെ ഡിസ്ഇൻറ്റഗ്രേറ്റഡ് ആയി പൊടിഞ്ഞു കിടക്കുന്ന പാളികൾ എന്ത് ചെയ്ത് ലേയേഴ്സ് അടിഞ്ഞുകൂടിയിട്ട് അവിടെ ഒരു ശിലകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആയോ? അഥവാ ഡിസ്ഇൻറ്റഗ്രേറ്റഡ് ആയി പൊടിഞ്ഞു കിടക്കുന്ന പാറകൾ ലേയേഴ്സ് ആയിട്ട് താഴെ വന്ന് റോക്കായി രൂപപ്പെടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെഡിമെന്ററി റോക്ക് അഥവാ അവസാദ ശിലകൾ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് ലൈം സ്റ്റോൺ അഥവാ ചുണ്ണാമ്പുകല്ല്, അതുപോലെ സാൻഡ് സ്റ്റോൺ മണൽക്കല്ലും എന്ന് പറയുന്നത്. നമ്മൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് അവിടെ പറഞ്ഞു പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകളെ അടുക്ക് ശിലകൾ അഥവാ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നത് ലേയേഴ്സ് ആയിക്കണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടിഞ്ഞു കൂടിയിട്ട് ലേയേഴ്സ് ആയിക്കണ്ടാണ് ശിലകൾ ഫോം ചെയ്യപ്പെടുന്നത് എന്നുള്ള കൊണ്ട് ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്ട്രാറ്റിഫൈഡ് റോക്സ് അഥവാ അടുക്ക് ശിലകൾ എന്ന് വിളിക്കുന്നത്. സോ മൂന്നാമത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് മെറ്റാമോർഫിക് റോക്സ് അഥവാ കായാന്തരിക ശിലകൾ എന്ന് പറയുന്നത്. കായാന്തരിക ശിലകൾ എന്ന് പറയുന്നത് ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിക ശില രൂപം എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ ഓർ ഹൈ പ്രഷർ. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈ പ്രഷർ ഇത് കാരണം രൂപപ്പെടുന്ന റോക്സുകളാണ്, ശിലകളെയാണ് എന്ന് വിളിക്കുന്നത് കായാന്തരിത ശിലകൾ എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് മാർബിൾ സ്ലേറ്റ് എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏതാണ് മക്കളെ? ഈ പറയുന്ന കായാന്തരിത ശിലകളാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഈ മൂന്ന് തരം എങ്ങനെയാണ് റോക്സ് എമേർജ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് റോക്സ് ഫോം ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ശിലകൾ ഉണ്ടാകുന്നത്, നിർമ്മിതമാകുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായി നമ്മൾ ക്ലാസ്സിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ആഗ്നേയ ശിലകൾ അഥവാ ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ സെഡിമെന്ററി റോക്സ് അഥവാ അവസാദ ശിലകൾ എന്ന് പറയുന്നത്, മൂന്നാമത് കായാന്തരിത ശിലകൾ അഥവാ മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. ഇത് മൂന്ന് നമ്മൾ പഠിച്ചു. ഇനി ഏതൊക്കെ തരത്തിൽ ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും മക്കൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും
പറയും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ലെയർ ഇൻ എ പാർഷ്യലി മോൾട്ടൻ സ്റ്റേറ്റ് സീൻ ജസ്റ്റ് ബിനീത്ത് ദ ലിത്തോസ്ഫിയർ. ഓക്കെ, ലിത്തോസ്ഫിയറിന് തൊട്ടു താഴെയായി, മലയാളത്തിൽ എന്താ കൊടുത്തത്, ലിത്തോസ്ഫിയറിന് തൊട്ടു താഴെ സ്ഥിതി ചെയ്യുന്ന അർദ്ധ ദ്രവാവസ്ഥയിലെ പാളിയെ വിളിക്കുന്ന പേര് എന്താണ് എന്നതാണ് അടുത്ത ചോദ്യം വരുന്നത്. വി ഹാവ് ഫോർ ഓപ്ഷൻസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ആസ്റ്റനോസ്ഫിയർ എന്ന് പറയുന്നത്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇന്നർ കോർ എന്ന് പറയുന്നു, ഓപ്ഷൻ സി എന്ന് പറയുന്നത് ബാരിസ്ഫിയർ എന്ന് പറയുന്നത്, ഓപ്ഷൻ ഡി ഔട്ടർ കോർ എന്ന് പറയുന്നത്. മക്കളെ ഉത്തരം എനിക്കറിയാം, ഉത്തരം പറയാൻ നിങ്ങൾ വെമ്പുന്നുണ്ട്, വേഗം കമന്റിൽ ടൈപ്പ് ചെയ്യുക, ഏതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആസ്റ്റനോസ്ഫിയർ ആണോ, ഇന്നർ കോർ ആണോ, ബാരിസ്ഫിയർ ആണോ, ഔട്ടർ കോർ ആണോ? ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, പാർഷ്യലി മോൾട്ടൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ലിത്തോസ്ഫിയറിന് തൊട്ടു താഴെയായി കാണുന്ന ലെയർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഉത്തരം കിട്ടിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം, നമുക്ക് അത് ആൻസർ ചെയ്ത് നോക്കാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ഫോട്ടോസ്. ഓക്കെ, ഇത് കാണുന്ന വിസിബിലിറ്റി കുറവാണെന്ന് തോന്നുന്നു, എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എർത്തിന്റെ പ്രധാനമായി മൂന്നായി ഭാഗിച്ച ലെയേഴ്സ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രസ്റ്റ് എന്ന് പറയുന്നത്, രണ്ടാമത്തേത് പറയുന്നത് മാൻഡിൽ എന്ന് പറയുന്നത്, മൂന്നാമത്തേതാണ് കോർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിൽ തന്നെ ക്രസ്റ്റിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും. ഓഷ്യാനിക് ക്രസ്റ്റും. മാൻഡിലിനെ നമ്മൾ അതുപോലെ തന്നെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് രണ്ട് പാർട്സ് മാൻഡിൽസ് ഉണ്ട് എന്ന് പറയുന്നത്. അതാണ് ഒന്ന് അപ്പർ മാൻഡിലും രണ്ടാമത്തെ പറയുന്നത് ലോവർ മാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത് കോർ, എർത്തിന്റെ ഏറ്റവും സെൻട്രൽ ഭാഗത്തെ കോർ. ഇതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ എന്ന് പറയുന്നത്. മക്കൾക്ക് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ലെയേഴ്സ് ഇൻ എ പാർഷ്യലി മോൾട്ടൻ സ്റ്റേറ്റ് സീൻ ജസ്റ്റ് ബിനീത്ത് ദ ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഒരു പാർഷ്യലി മോൾട്ടൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ലെയറിനെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. ഇതിൽ നമുക്ക് ലിത്തോസ്ഫിയറിനെ കാണാൻ കഴിയില്ല, പക്ഷെ മക്കൾക്ക് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അപ്പർ മാൻഡിലും ക്രസ്റ്റും കൂടിയ ഏരിയയാണ് എന്തെന്ന് വിളിക്കുന്നത്, ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പർ മാൻഡിലും ക്രസ്റ്റും ഇത് രണ്ടും കൂടിയ ഏരിയയാണ് എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. മക്കൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പർ മാൻഡിലും മാൻഡിലും നമ്മൾ രണ്ട് പാർട്ടുകൾ എന്ന് രണ്ട് ക്ലാസ്, അതിൽ അപ്പർ മാൻഡിലും അതുപോലെ ക്രസ്റ്റും ഇത് രണ്ടും കൂടിയതാണ് ഏത്, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന ലെയർ ഏതാണെന്നുള്ള ചോദ്യം മക്കൾക്ക് അറിയാം. ഓപ്ഷൻ ഏതാണ്, യെസ്, ഓപ്ഷൻ എ ആസ്റ്റിനോസ്ഫിയർ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ലിത്തോസ്ഫിയർ തൊട്ട് താഴെ കാണുന്നതാണ് ആസ്റ്റിനോസ്ഫിയർ എന്ന് പറയുന്നത്. എന്താ നോക്കുക, ആസ്റ്റിനോസ്ഫിയർ. ഓക്കെ, എന്താ നോക്കുക, ആസ്റ്റിനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെ കാണുന്ന ലെയറാണ് ആസ്റ്റിനോസ്ഫിയർ. ആസ്റ്റിനോസ്ഫിയറിൽ എങ്ങനെയാണ് പറയുന്നത്, പാർഷ്യലി മോൾട്ടൻ സ്റ്റേറ്റിലുള്ള ഉരുകിയ അർദ്ധദ്രവാവസ്ഥയിലുള്ള ഒരു പാളി എന്ന് പറയുന്നത് ആസ്ട്രോസ്ഫിയർ. ഈ ആസ്ട്രോസ്ഫിയർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാവ ഉണ്ടായിക്കാണ്ട് ഭൂമിയുടെ പുറത്തേക്ക് വന്നുകാണ്ട് ലാവ ഒരു എക്സാമ്പിൾ ആണ് എന്ത് നടക്കുന്നത്, ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്ന ഒരു ഫോമിങ് റോക്ക് ശില ഉണ്ടാകുന്നത് അങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ ആസ്ട്രോസ്ഫിയർ എന്നാണ് ലാവാസ് എന്ന് വരുന്നത്. അതെങ്ങനെയാണ്, ലിത്തോസ്ഫിയറിന് തൊട്ടു താഴെ കാണുന്ന ഏരിയ ആണ് ഏതെന്ന് പറയുന്നത്, ആസ്റ്റിനോസ്ഫിയർ എന്ന് പറയുന്നത്. സോ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നോക്കുക, നമ്മൾ ഈ ഒരു പോർഷനും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കാൻ പോവുകയാണ്. ഈ പോർഷനും ഫ്രീക്വൻ്റ്ലി ആയിക്കാണ്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. മക്കൾ റെഡിയാണോ? എവിടെ റെഡിയാണോ? സോ ഓക്കെ, ലിസൺ. ഭൂമിയുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ഏതെന്ന് പറയുന്നത്, ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും നമ്മളൊക്കെ നിൽക്കുന്ന ലെയർ അല്ലേ, നമ്മളൊക്കെ ഏത് ലെയറിലൊക്കെ ക്രസ്റ്റിലാണ് നിൽക്കുന്നത്. ക്രസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി തിൻ ഔട്ടർ ഷെൽ ഓഫ് ദ എർത്തിന്റെ കമ്പാരിറ്റീവ്ലി തിന്നായിട്ടുള്ള നേർത്ത ഒരു ഔട്ടർ ഷെല്ലാണ് ഏതെന്ന് പറയുന്നത്, ക്രസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ്, 40 കിലോമീറ്റർ ആണ്. അപ്രോക്സിമേറ്റ്ലി 40 കിലോമീറ്റർ തിക്ക് ഉണ്ടാവും. ഈ 40 കിലോമീറ്റർ തിക്ക് എങ്ങനെയാണ് കമ്പാരിറ്റീവ്ലി തിന്നാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ, അതെന്താണ്, കാരണം എന്താണ്, മറ്റ് ലേയേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി തിൻ എന്നാണ് പറയുന്നത്. മറ്റ് ലേയേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്നത് വളരെ ചെറുത ഒരു ലെയറാണ് ഏതെന്ന് പറയുക, ക്രസ്റ്റ് എന്ന് പറയുന്നത്. സോ 40 കിലോമീറ്റർ തിക്നെസ് ഉള്ള ഒരു ലെയറാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ അതിന് രണ്ട് പാർട്ടുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കോണ്ടിനെന്റൽ ക്രസ്റ്റും അതുപോലെ ഓഷ്യാനിക് ക്രസ്റ്റും. നമുക്കറിയാം എർത്തിന്റെ സർഫസിലുള്ള രണ്ട് ഏരിയാസ് ഉള്ള, ഒന്നിൽ കോണ്ടിനെന്റൽ ഏരിയ അഥവാ ലാൻഡ് ഏരിയ, അല്ലെങ്കിൽ ഓഷ്യാനിക് ഏരിയ അഥവാ സമുദ്ര സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ കോണ്ടിനെന്റൽ ക്രസ്റ്റ് അഥവാ ഓഷ്യാനിക് ക്രസ്റ്റ് ഇങ്ങനെ രണ്ട് പാർട്ടുകളാണ് ഇതിലുള്ളത്. ഈ പാർട്ടികളെ അത് ഏത്
ഓക്കെ, എന്ത് എലമെന്റ്സ് യൂസ് ചെയ്തിട്ടാണോ അത് നിർമ്മിച്ചിട്ടുള്ളത്, അതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, അത് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ച് ഇതിൽ ഫീച്ചേഴ്സ് ആയി നമ്മൾ പഠിക്കാനുണ്ട്. ഓക്കെ, കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവില്ല അല്ലേ? ഓക്കെ, കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഫോം ചെയ്യപ്പെട്ടത് എന്താണ്? സിലിക്കയും അതുപോലെ അലുമിനിയം കൂടി ചേർന്നിട്ടാണ്. ഏതൊക്കെയാണ്? സിലിക്കയും അലുമിനിയം കൂടി ചേർന്നിട്ടാണ് ഏതുണ്ടാക്കുന്നത്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, സിലിക്കയും അലുമിനിയം കൂടി ചേർന്നാണ് കോണ്ടിനെന്റൽ എന്നുള്ളത് കൊണ്ട് ഈ ക്രസ്റ്റിനെ ഓൾസോ നോൺ ആസ് വിളിക്കുന്ന മറ്റൊരു പേരാണ് സിയൽ എന്ന് പറയുന്നത്. ഓക്കെ, സിലിക്കയും അലുമിനിയം കൊണ്ട് ഫോം ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ള ഒരു ലെയറാണ് ഏതെന്ന് പറഞ്ഞത് കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്. എന്നുള്ളത് കൊണ്ട് ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ ഓൾറെഡി അറിയപ്പെടുന്ന പേരാണ് സിയൽ. സിയൽ പേര് എങ്ങനെ വന്നത്? സിലിക്കയുടെ എസ്ഐയും അലുമിനിയത്തിന്റെ എലും. ഓക്കെ, രാസങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതുപോലെ തന്നെ ഓഷ്യനിക് ക്രസ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഏതെന്ന് പറയുന്നത് മക്കളെ? സിമ എന്ന് പറയുന്നത്. ഓക്കെ, സിമ എന്ന് പറഞ്ഞാൽ സിലിക്കയും മഗ്നീഷ്യവും, സിലിക്കയും മാഗ്നീഷ്യവും ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇതിന്റെ ഒരു സങ്കര ഇനമാണ്. ഇത് കൂടി ചേർന്നിട്ടാണ് ഈ പറയുന്ന ഓഷ്യനിക് ക്രസ്റ്റ് രൂപപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് സിമ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു, ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ തിക്ക്, ഇത് കമ്പാരിറ്റീവ്ലി എന്താണ്? തിൻ ലെയർ ആണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്രോക്സിമേറ്റ്ലി ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 40 കിലോമീറ്റർ തിക്നെസ് ആണ് ഇതിന് അപ്രോക്സിമേറ്റ് ആയി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. അതുപോലെ ഇതിന് രണ്ട് പാർട്ടുകളായി ക്ലാസ് ചെയ്താൽ, ഒന്ന് കോണ്ടിനെന്റൽ ക്രസ്റ്റും രണ്ടാമത് ഓഷ്യനിക് ക്രസ്റ്റും. അതുപോലെ ഇത് ഏത് എലമെന്റ്സ് യൂസ് ചെയ്തിട്ടാണോ നിർമ്മിതമായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് സിയൽ എന്ന് പറയുന്നത്. അഥവാ ആ പേര് തന്നെ ഉണ്ട്, സിലിക്കയും അലുമിനിയം കൂടി ചേർന്നിട്ടാണ് ഇത് രൂപപ്പെട്ടത് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ സിയൽ എന്ന് വിളിക്കുന്നത്. അതുപോലെ ഓഷ്യനിക് ക്രസ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സിമ എന്ന് പറയുന്നത്. അവിടെ സിലിക്കയും മഗ്നീഷ്യവും രണ്ടും കൂടി ചേർന്നത് കൊണ്ടായതുകൊണ്ടാണ് ഇതിനെ സിമ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്രസ്റ്റ് മക്കളെ ക്ലിയർ ആയില്ലേ? അടുത്ത ലെയർ ആണ് പറയുന്നത് മാന്റിൽ എന്ന് പറയുന്നത്. എന്താണ് മക്കളെ മാന്റിൽ എന്ന് പറയുന്നത്? മാന്റിൽ പറയുന്നത് ബിനീത്ത് ദ ക്രസ്റ്റ്, ലൊക്കേറ്റഡ് ബിനീത്ത് ദ ക്രസ്റ്റ്, ക്രസ്റ്റിന് തൊട്ട് താഴെയായി കാണുന്ന, നോക്കുക, ഇതിനെ വിളിക്കുന്ന പേരാണ് മാന്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, മാന്റിലിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ്? അപ് ടു 2900 കിലോമീറ്റർ എക്സ്റ്റെൻസ് അപ് ടു. ഓക്കെ, 2009 കിലോമീറ്ററോളം എക്സ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ലെയറാണ് ഏതെന്ന് പറയുന്നത് മാന്റിൽ എന്ന് പറയുന്നത്. മാന്റിൽ ആൾസോ 2 പാർട്സ്. മാന്റിൽ എന്തുണ്ട്? 2 പാർട്ടുകളുണ്ട്. ഒന്നാമത്താണ് അപ്പർ മാന്റിൽ എന്ന് പറയുന്നത്, രണ്ടാമത്തതാണ് ലോവർ മാന്റിൽ എന്ന് പറയുന്നത്. അപ്പർ മാന്റിൽ എന്ന് പറയുന്നത്, ലോവർ മാന്റിൽ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന കോണ്ടിനെന്റൽ ക്രസ്റ്റും അഥവാ ക്രസ്റ്റും അതുപോലെ അപ്പർ മാന്റിലും ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഏത് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നുണ്ടാവുന്നത്. അത് തൊട്ട് താഴെയാണ് ഏത് ആസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ ചോദ്യം അതായിരുന്നു. ഇവിടെ നോക്കാം, അപ്പർ മാന്റിൽ മേഡ് അപ്പ് ഓഫ് സിലിക്കൺ കോമ്പൗണ്ട് മാത്രം ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടായിരുന്നത്? അപ്പർ മാന്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പർ മാന്റിൽ എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ആണ്. പിന്നെ സെമി ലിക്വിഡ് ഫോം, ഒരു സെമി ലിക്വിഡ് ഫോം ആയിട്ടാണ് എന്ത് ചെയ്യണത്? ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ? സോറി, സെമി ലിക്വിഡ് ഫോമിലാണ് ഏതുള്ളത്? ലോവർ മാന്റിലുള്ളത്. അപ്പോൾ മാന്റിൽ എന്ന് പറഞ്ഞാൽ ക്രസ്റ്റിന് തൊട്ട് താഴെയുള്ള ലെയറാണ് മാന്റിൽ എന്ന് പറയുന്നത്. എക്സ്റ്റെൻസ് അപ് ടു 2900 കിലോമീറ്റർ എന്താണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ലെയറാണ് മാന്റിൽ എന്ന് പറയുന്നത്. ഇതിന് 2 പാർട്ടുണ്ട്, അപ്പർ മാന്റിലും അതുപോലെ ലോവർ മാന്റിൽ എന്ന് പറയുന്നത്. അപ്പർ മാന്റിൽ സിലിക്കൺ കോമ്പൗണ്ട് കൊണ്ട് നിർമ്മിതമായതാണ്, ഫോം ചെയ്തതാണ് അപ്പർ മാന്റിൽ എന്ന് പറയുന്നത്. ഇതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ് അപ്പർ മാന്റിൽ ഉള്ളത്. അതുപോലെ ലോവർ മാന്റിൽ എന്ന് പറയുന്നത് സെമി ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, ലോവർ അവസ്ഥയിലാണ് ലോവർ മാന്റിൽ ഉള്ളത്. മൂന്നാമത്തെ ലെയറാണ് നമുക്ക് പഠിക്കണം. മൂന്നാമത്തെ ലെയറാണ് കോർ എന്ന് പറയുന്നത് അഥവാ ഏറ്റവും സെൻട്രൽ പാർട്ട് ഓഫ് ദ എർത്തിന്റെ സെൻട്രൽ പാർട്ടിലുള്ള ലെയറിനെയാണ് എന്ന് വിളിക്കുക കോർ എന്ന് വിളിക്കുക. ഇതിനെ 2900 കിലോമീറ്റർ ടു 6371 കിലോമീറ്ററോടെ എക്സ്റ്റെൻഡ് കിടക്കുന്ന ഒരു ലെയർ ആണ് ഏതെന്ന് പറയുന്നത് ക്രസ്റ്റ് എന്ന് പറയുന്നത്. സോറി ക്രസ്റ്റ് അല്ല കോർ എന്ന് പറയുന്നത്. എന്താണ് കോർ എന്ന് പറയുന്നത്? ഓക്കെ, 2900 കിലോമീറ്റർ ടു 6371 കിലോമീറ്റർ വരെ പറന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു എർത്തിന്റെ സെൻട്രലിലുള്ള ലെയറിനെയാണ് എന്ത് വിളിക്കുന്നത്? കോർ എന്ന് വിളിക്കുന്നത്. എന്താണ് കോർ എന്ന് വിളിക്കുന്നത്? ഇതിന് 2 പാർട്ടുകളുണ്ട്. ഏതാണ്? ഔട്ടർ കോറും ഇന്നർ കോറും. ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സ് എന്താ പറയുന്നത്? ഔട്ടർ കോർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മോൾട്ടൻ സ്റ്റേറ്റിലായി കിടക്കുന്ന ലെയർ, കോറാണ് ഏതെന്ന് പറയുന്നത്? ഔട്ടർ കോർ എന്ന് പറയുന്നത്. ഏതാ സ്റ്റേറ്റ്? ഏതാണ് മക്കളെ? മോൾട്ടൻ സ്റ്റേറ്റിലായി കിടക്കുന്ന
കോറിന്റെ ഒരു ഭാഗമാണ് ഏതെന്ന് പറഞ്ഞാൽ ഔട്ടർ കോർ എന്ന് പറയുന്നത്. ഇന്നർ കോർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈ പ്രഷർ കാരണം ഒരു മോൾട്ടൺ സ്റ്റേറ്റിലാണ് ഔട്ടർ കോർ ഉള്ളത്. അപ്പൊ ഇന്നർ കോറിലെ ഈ ഹൈ പ്രഷർ കാരണം അത് എങ്ങനെയാണ് ഓക്കെ സോളിഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ ഹൈ പ്രഷർ കാരണം ഈ പറയുന്ന ഇന്നർ കോർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണുള്ളത്. ഈ കോറ് നിർമ്മിതമായിട്ടുള്ള ഫോം ചെയ്യപ്പെട്ടിട്ട് ഏതാണ് നിക്കലും അയേണും കൂടി ചേർന്നിട്ടാണ് ഇത് ഫോം ചെയ്യപ്പെട്ടുള്ളത്. ഏത് ഇന്നർ കോർ എന്നുള്ളത് കൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് നിഫെ എന്ന് പറയുന്നത്. നിക്കലും അയേണും രണ്ട് കോമ്പൗണ്ട്സ് കൂടി ചേർന്നിട്ടാണ് ഇന്നർ കോർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള കൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് നിഫെ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി സിയൽ പഠിച്ചു, സിമ പഠിച്ചു, പിന്നെ ഇന്നർ കോറിൽ വരുന്ന നിഫെ എന്ന് പറയുന്നത്. സിയൽ എന്ന് പറഞ്ഞാൽ കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ വിളിക്കുന്ന പേരാണ് സിയൽ എന്ന് പറയുന്നത്. കാരണം കോണ്ടിനെന്റൽ ക്രസ്റ്റിന് ഫോം ചെയ്യപ്പെട്ടത് സിലിക്കയും അലുമിനിയം കൂടി ചേർന്നിട്ടാണ്. സിമ എന്ന് പറയുന്നത് ഓഷ്യാനിക് ക്രസ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്. കാരണം സിലിക്കയും മഗ്നീഷ്യവും കൂടി ചേർന്നിട്ടാണ് അതുണ്ടായിട്ടുള്ളത്. ഇവിടെ പറയുന്നത് ഇന്നർ കോർ എങ്ങനെയാണ് നിഫെ എന്ന് പേരാണ് അറിയപ്പെടുന്ന. നിഫെ എന്ന് പറഞ്ഞാൽ നിക്കലും അതുപോലെ അയേണും കൂടി ചേർന്നിട്ടുള്ളതാണ് ഇത് ഫോം ചെയ്തുകൊണ്ട് ഇതിനെ നിഫെ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയാണ് എർത്തിന്റെ എന്തെന്ന് പറയുന്നത് ലേയേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ലിത്തോസ്ഫിയറും ആസ്ട്രോസ്ഫിയറും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് കൂടാതെ എർത്തിന് പ്രധാനപ്പെട്ട ലേയേഴ്സ് ആണ് ക്രസ്റ്റ്, മാന്റിൽ, കോർ എന്ന് പറയുന്നത്. മക്കൾ ഇത് ഒരു കമ്പാരിസൺ വേണ്ടി പറയാം. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കമ്പയർ നമുക്ക് വേഗം കിട്ടുമല്ലോ. മക്കൾ എന്ത് ചെയ്യുക, ഒരു മുട്ടയെ സങ്കല്പിക്കുക. ഓക്കെ ഒരു മുട്ടയെ സങ്കല്പിക്കുക. മുട്ടേനെ മുട്ടത്തോടിനെ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത് എർത്തിനെ കമ്പയർ നോക്കുമ്പോൾ ക്രസ്റ്റി എന്ന് പറയുന്നത്. മുട്ടനുള്ളിൽ ദ്രാവകാവസ്ഥയിലുള്ള ലിക്വിഡ് ഫോമിനെ വിളിക്കുന്ന പേരാണ് നമുക്ക് എന്ന് വിളിക്കാം മാൻഡിൽ എന്ന് വിളിക്കാം. മക്കളെ മാൻഡിൽ എന്ന് വിളിക്കാം. അതുപോലെ ആ മുട്ടയിൽ മുട്ടക്കുഞ്ചിയുണ്ട്. ആ മുട്ടക്കുഞ്ചി വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്ന മക്കളെ കോർ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് എർത്തിന്റെ ലെയറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു, എന്താണ് ലെയർ ഇൻ ദ പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റിലുള്ള ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെയായി കാണുന്ന ലെയർ ഏതാ എന്നായിരുന്നു ആൻസർ എന്ന് പറയുന്നത്. ആസ്ട്രോസ്ഫിയർ ആണ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് നിശ്ചയിക്കുന്നു. എന്നിരുന്നാൽ കൂടി ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നമ്മൾ എക്സാം വൈ ലേണിംഗ്സ് NMMS പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് ഫ്രീ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മക്കളെ ഫ്രീ കോച്ചിങ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് ഒരുക്കിയ സ്കോളർഷിപ്പ് നമുക്ക് നേടിയെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ എക്സാം വൈ ലേണിംഗ്സിന്റെ കൂടെ പോലും നിങ്ങൾക്ക് സൗജന്യമായിട്ട് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ എന്തുണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽസ് അപ്ലൈ ചെയ്യുക, ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കണ്ട് അപ്ലൈ ചെയ്യുക. എനിവേ എല്ലാ മക്കൾക്കും നല്ലത് മാത്രം ഉണ്ടാവട്ടെ. പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. എന്ത് സംശയമുണ്ടോ നമ്മളുമായിട്ട് നിങ്ങൾക്ക് നിരന്തരം കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് പഠിച്ചു തന്നെ വളരുക. വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.